ടെസ്റ്റ് ഗുട്ടിക്കൊണ്ട ആൻഡ് മിച്ച് ഒലിവർ സംവിധാനം ചെയ്ത് 2024 ഇറങ്ങിയ ഒരു കാനഡ സൈക്കോ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ലോ ലൈഫ്സ്. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ നല്ലൊരു അടിപൊളി സൈക്കോ കില്ലർ മൂവി കണ്ടു. ചുമ്മാ പറയുമല്ല, ചിത്രം വേറെ ലെവലാണ്. ഓരോ നിമിഷവും അടുത്തത് എന്താ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഒന്നൊന്നര കൊലവെറി ചിത്രമാണിത്. പിന്നൊരു കാര്യം, മനുഷ്യരെ കൊന്ന് ഇറച്ചിയാക്കി കഴിക്കുന്ന അത്തരം സീനുകളൊക്കെ കാണുമ്പോൾ പേടി തോന്നുന്നവർ മാത്രം ഈ ചിത്രം കാണരുത്. കണ്ടാൽ നിങ്ങൾ പേടിച്ച് ഛർദ്ദിക്കും. ഇതിലെ സൈക്കോ ആരാണ്, എന്താണ് എന്നൊക്കെ ആദ്യം തന്നെ പറഞ്ഞ് ആ ഒരു ട്വിസ്റ്റ് ഞാൻ കളയുന്നില്ല. അതറിയുമ്പോൾ നിങ്ങൾ ഞെട്ടും. അതേപോലെ ഇതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലാണ്. ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ കൗതുകം നിറച്ച് കൊല്ലുന്നില്ല. അതിന് മാത്രം ഇതിലെന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അർദ്ധരാത്രി വിജനമായ കാട്ടിലൂടെ ഒരുത്തൻ ആരെയോ ഭയന്ന് ഓടുന്നത് കാണാം. ഓടി രക്ഷപ്പെടാം എന്ന് കരുതി ഓടിയെങ്കിലും സാധിച്ചില്ല. പുറകെ കത്തിയുമായി വന്ന സൈക്കോ ഓൻ്റെ കാലിലൊരു വെട്ട്, പിന്നെ കഴുത്തിലും. അതോടെ ഓൻ്റെ കഥയും കഴിഞ്ഞു. എന്നാൽ കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഒരു വലിയ RV വാഹനം, അതിൽ ഒരു ഫാമിലി വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകുന്നതായി കാണാം. വിശന്നപ്പോൾ വാഹനം നിർത്തി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാചകം ചെയ്യുന്ന അച്ഛൻ്റെ പേര് കെയ്റ്റി. കെയ്റ്റിൻ്റെ മകൾ എമി പാചകത്തിലൊന്നും ഹെൽപ്പ് ചെയ്യാതെ എപ്പോൾ നോക്കിയാലും ഫോണിൽ ആരോടോ കൊണുകൊണുവെന്ന് സൊള്ളലാണ് പണി. എടി, വീട്ടിലാണെങ്കിൽ ഫോണിൽ തന്നെ. ഇപ്പോൾ വെക്കേഷനായിട്ട് പുറത്ത് വന്നപ്പോഴും ഫോണിൽ തന്നെയാണോ കളി? അത് കേട്ട് എമി, എനിക്കിപ്പോൾ ഫുഡ് വേണ്ട, രാവിലെ കഴിച്ചത് ദഹിച്ചിട്ടില്ല, നിങ്ങൾ കഴിച്ചോ, ഞാൻ ഒന്ന് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് നടന്നു പോയി ആരും അറിയാതെ പുകവലിക്കുകയാണ്. ഇവൾ ഒരൽപ്പം മൂത്ത ഇനമാണ്. കുടുംബനാഥൻ കെയ്റ്റിയും ഭാര്യ കാതറിനും മകൻ ജഫ്രിയും ഫുഡ് കഴിക്കുമ്പോൾ അവിടേക്ക് കാറിൽ ഒരു 2 പേർ വരികയാണ്. 2 പേരും സൈക്കോകളാണെന്ന് തോന്നുന്നു. വന്നവർ കെയ്റ്റിൻ്റെ വാഹനത്തിലേക്ക് പതുങ്ങിയും എത്തിയും നോക്കുകയാണ്. അത് കണ്ട് ഹേയ് നിങ്ങളാരാ, എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കെയ്റ്റി പാചകം ചെയ്ത ബാർബിക്യൂവിൻ്റെ ആ ഇറച്ചിയുടെ മണം അടിച്ച് ഞങ്ങൾക്കൊരു കഷ്ണം തരുമോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. ഏയ്, ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു, ഇനി ചട്ടി മാത്രമേ ഉള്ളൂ, നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടുകാരൻ മെലിൻ, അവനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല, ശരീരത്തിൽ തയമ്പൊക്കെയുണ്ട്, അങ്ങനെ ഒരുത്തനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് കേട്ട് ഇല്ല സർ, നിങ്ങൾ പറയുന്ന പോലെ ഒരുത്തനെ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല എന്ന് കെയ്റ്റി പറയുന്നതിനിടയിൽ മകൻ ജഫ്രി ദേ അങ്കിൾ ചോക്ലേറ്റ് കഴിക്ക് എന്ന് പറഞ്ഞു കൊടുത്ത് നിൽക്കുമ്പോൾ അതുവഴി ഒന്ന് പുകയ്ക്കാൻ പോയ എമി തിരിച്ചെത്തുകയാണ്. അവളെ കണ്ട് വായിൽ വെള്ളം ഇറക്കിക്കൊണ്ട് ഇതേതാ ഈ മുതല്, നീ കൊള്ളാലോടി പെണ്ണെ എന്ന് പറയുമ്പോൾ അയ്യോ സർ, അത് എൻ്റെ മകളാണ്, നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടുകാരനെ എവിടെയും കണ്ടിട്ടില്ല, ഞങ്ങൾക്കും ടൈമായി, ഞങ്ങൾ ഒരു സ്ഥലത്ത് തമ്പടിച്ച് താമസിക്കാൻ വന്നവരല്ല, ഞങ്ങൾക്ക് പോകണം. അത് കേട്ട് അവർ വാഹനത്തിൽ കയറി പോവുകയും ചെയ്തു. ശേഷം കെയ്റ്റിയും ഫാമിലിയും RVയിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. അല്പം ദൂരെ എത്തിയപ്പോൾ ദേ അവർ വാഹനം കംപ്ലൈൻ്റ് ആയ പോലെ നടു റോഡിൽ നിൽക്കുന്നു. അത് കണ്ട കാതറിൻ, ഏയ് മനുഷ്യ, വണ്ടി നിർത്തണ്ട, അവരെ കണ്ടിട്ട് എന്തോ പേടിയാവുന്നു എന്ന് പറഞ്ഞെങ്കിലും ഏയ് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും, മനസാക്ഷിയില്ലേ നിനക്ക് എന്ന് പറഞ്ഞ് കെയ്റ്റി വണ്ടി നിർത്തുകയാണ്. നോക്കിയാൽ ഒരുത്തൻ്റെ കയ്യിൽ ഒരു ഷോട്ട് ഗൺ ഉണ്ട്. ഭയം തോന്നിയെങ്കിലും പുറത്ത് കാട്ടാതെ എന്ത് പറ്റി സർ എന്ന് കെയ്റ്റി ചോദിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, പെരുവഴിയിലായി എന്നവർ പറയുകയാണ്. ഏയ് മനുഷ്യ, നമുക്ക് പോകാം എന്ന് കാതറിൻ പറയുമ്പോൾ ഭാര്യ പറയുന്നത് മൈൻഡ് ചെയ്യാതെ സർ, ഞാൻ വേണമെങ്കിൽ ഇവിടെ അടുത്തുള്ള മെക്കാനിക്കിനെ കോൾ ചെയ്യാം, നമ്പർ പറ. ഏയ്, ഈ കാട്ടിൽ മെക്കാനിക് ഷോപ്പ് ഒന്നുമില്ല, പിന്നെ ഫോണിൽ വിളിച്ചാലൊന്നും ഈ കാട്ടിലേക്ക് അവർ വരില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെയുള്ള ബില്ലിയെ നിങ്ങളുടെ RVയിൽ കയറ്റ്, മെക്കാനിക് ഷോപ്പ് എവിടെയെങ്കിലും കണ്ടാൽ അവനെ ഇറക്കി വിട്ടാൽ മതി, അവൻ മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരും. അത് കേട്ട് വലിയ ധൈര്യം കാണിച്ച കെയ്റ്റിക്ക് കയ്യിലുള്ള തോക്ക് കണ്ട് ഭയം തോന്നുകയാണ്. അത് മനസ്സിലാക്കി ഓ, ഈ തോക്കുമായി വന്നാൽ ശരിയാവില്ല എന്നാണോ ചിന്തിക്കുന്നത്? ഞാൻ തോക്ക് എടുത്തു വരുന്നില്ല, ഇവനെയാണ് നിങ്ങളുടെ കൂടെ വിടുന്നത്, അവനൊരു മൊണ്ണയാണ്, പേടിക്കണ്ട, നിങ്ങളെ ഒന്നും ചെയ്യില്ല. അതൊക്കെ കേട്ട് സന്മനസ് തോന്നിയ കെയ്റ്റി അവരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുകയും അങ്ങനെ ബില്ലിയെ RVയിൽ കയറ്റി അവരങ്ങനെ മെക്കാനിക് ഷോപ്പ് അന്വേഷിച്ച് യാത്ര തുടങ്ങി. അതിനിടയിൽ ബില്ലി, എടാ ചുമ്മാ ഇരുന്ന് ബോറടിക്കുന്നില്ലേ, നമുക്കൊരു ഗെയിം കളിക്കാം എന്ന് ജഫ്രിയോട് പറയുമ്പോൾ അതിനെന്താ കളിക്കാമല്ലോ എന്ന് ജഫ്രി സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ അമ്മ കാതറിന്, എടാ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റുന്നില്ലേ, സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ കളിക്കാൻ പാടില്ല എന്ന് എത്ര തവണയാണ് നിന്നോട് പറയുന്നത് എന്ന് പറഞ്ഞെങ്കിലും അമ്മയുടെ വാക്ക് കേൾക്കാൻ നിൽക്കാതെ ജഫ്രി
ഗെയിം കളിക്കാൻ തുടങ്ങി. അതിനിടയിൽ ബില്ലി അവിടെ ഒരു വശത്ത് ഇരുന്നിട്ടുള്ള എമിയെ തന്നെ നോക്കി ലൈൻ അടിക്കുകയാണ്. അതിനിടയിൽ നിന്റെ വീട് എവിടെയാ എന്ന് കേറ്റി ചോദിക്കുമ്പോൾ പോകുന്ന വഴിയിൽ തന്നെയാ എന്ന് ബില്ലി പറയുകയാണ്. ശരി, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഇപ്പോൾ വീട്ടിൽ എൻ്റെ വയസ്സായ മുത്തശ്ശനും 2 സിസ്റ്റേഴ്സും മാത്രമാണുള്ളത്. നിന്റെ സിസ്റ്റേഴ്സിന് എത്ര വയസ്സുണ്ട്? ഒരുത്തിക്ക് 18, മറ്റൊരുത്തിക്ക് 22 എന്ന് ബില്ലി പറയുകയാണ്. മാത്രമല്ല ആ സംസാരത്തിൽ നിന്നും മനസ്സിലാവുന്നത് ബില്ലിയുടെ ഫാമിലി ഒരു ഹണ്ടിങ് ഫാമിലിയാണ്, അതായത് കാട്ടുമൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുന്ന ഫാമിലി. അങ്ങനെ ഓരോന്നും സംസാരിച്ച് യാത്ര പോകുന്നതിനിടയിൽ ഒരു തമാശ ഭാവത്തിൽ ബില്ലി ജെഫ്രിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു നോട്ട്ബുക്ക് പിടിച്ചു വാങ്ങി അതിൽ എന്താ എഴുതിയിട്ടുള്ളത് എന്ന് നോക്കുകയാണ്. കലിപ്പിലായ ജെഫ്രി ഒരു കത്തിയെടുത്ത് ബില്ലിയുടെ ഷോൾഡറിലേക്ക് ഒരൊറ്റ കുത്ത്. അത് കണ്ട കേറ്റി, എടാ നീ എന്ത് പണിയാ കാട്ടിയത്? ഞാൻ സിഗ്നൽ തരുന്നതിന് മുൻപേ എന്തിനാ അവനെ കുത്തിയത് എന്നൊരു ചോദ്യം. അതേപോലെ കാതറിൻ എമിയോട്, എടേ നോക്ക്, നിന്റെ അനിയൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ, നീ പോയി അവനെ ഹെൽപ്പ് ചെയ്യ് എന്ന് പറയുകയാണ്. അതായത് യഥാർത്ഥത്തിൽ കേറ്റിയുടെ ഫാമിലി ചെന്നുപെട്ടത് ബില്ലിയുടെയും ഫ്രണ്ടുകാരൻ്റെയും മുന്നിലല്ല, ബില്ലിയും ഫ്രണ്ടുകാരനായ ബെന്നുമാണ് കേറ്റിയുടെ ഫാമിലിക്ക് മുന്നിൽപ്പെട്ടത്. കേറ്റി ഫാമിലി ഒരു സൈക്കോ ഫാമിലിയാണ്. കേറ്റിയും ഭാര്യ കാതറിനും മകൾ എമിയും ജെഫ്രിയും ആ ഫാമിലി മൊത്തം സൈക്കോകളാണ്. എന്നാൽ മറ്റൊരു ട്വിസ്റ്റ് എന്തെന്നാൽ ഇന്നലെ രാത്രി നടന്ന കൊലപാതകം ഉണ്ടല്ലോ, അവനെ കൊന്നതും ഈ ഫാമിലിയാണ്. കൊന്നത് മാത്രമല്ല, കൊന്ന പാവം തിന്നാൽ തീരും എന്നല്ലേ, അതുകൊണ്ട് അവനെ കൊന്ന് ഇറച്ചിയാക്കി ബാർബിക്യൂ അൽഫാം ഒക്കെ ഉണ്ടാക്കിയാണ് നേരത്തെ ഇവർ കഴിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ മറ്റൊരു ട്വിസ്റ്റ് എന്തെന്നാൽ ബില്ലിയും ഫ്രണ്ടുകാരനും അന്വേഷിച്ചു വന്നത് അവരുടെ മെലിൻ എന്ന ഫ്രണ്ടുകാരനെ കാണുന്നില്ല എന്നല്ലേ, ആ ഫ്രണ്ടുകാരനെയാണ് ഇന്നലെ രാത്രി ഇവർ കൊന്നതും അൽഫാം ഉണ്ടാക്കിയതും. ചട്ടിയിലുള്ളത് ഫ്രണ്ടുകാരൻ്റെ ഇറച്ചിയാണെന്ന് അറിയാതെ ആ പൊരിഞ്ഞ മണം മണത്ത് ആസ്വദിക്കുകയായിരുന്നു രണ്ടുപേരും. മനുഷ്യരെ വേട്ടയാടി മനുഷ്യരെ ഇറച്ചിയാക്കി തിന്നുന്ന കൊലവെറി സൈക്കോകളാണ് ഈ ഫാമിലിയിലുള്ളവർ. ഇപ്പോൾ ബില്ലിയെ കൊന്നില്ലേ, ബില്ലിയെ കഷ്ണങ്ങളാക്കി ആർവിയിൽ ഒരു ഫ്രീസറുണ്ട്, അതിൽ ഇട്ടുവെക്കുകയാണ്. വിശക്കുമ്പോൾ വാഹനം നിർത്തി പാചകം ചെയ്ത് കഴിക്കാൻ. ഇപ്പോൾ കാതറിൻ ബില്ലിയുടെ കണ്ണ് മാത്രം ചുഴുന്നെടുത്ത് വന്ന് എമിയെ കാണിച്ച്, മോളെ ഇതാ നിന്റെ ഫേവറേറ്റ് പാർട്സ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം ബില്ലിയുടെ ഫോൺ റിംഗ് ആവുകയും ആ ഫോൺ എടുത്ത് കൈതി 2 കഷ്ണങ്ങളാക്കി കളയുകയാണ്. ഇപ്പോൾ കൊല്ലപ്പെട്ട ബില്ലിയുടെ വീട് കാണാം. ബില്ലിയുടെ വീട്ടിൽ വയസ്സായ മുത്തശ്ശനും 2 സിസ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ, ഇവളുടെ പേര് ജൂലി, ജൂലിയുടെ ചേച്ചിയുടെ പേര് അന്ന. ബ്രദർ ബില്ലി കൊല്ലപ്പെട്ട കാര്യം പോലും അറിയാതെ രാത്രി 3 പേരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ആരോ വീടിന്റെ ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ട് ബില്ലി ആയിരിക്കും എന്ന് സന്തോഷിച്ച് ജൂലി പോയി ഡോർ തുറന്ന് നോക്കുമ്പോൾ ദേ വന്നു നിൽക്കുന്നു ആ സൈക്കോ ഫാമിലി. ആഹാ, എല്ലാവരുടെയും മുഖത്തെ പുഞ്ചിരി കണ്ടാൽ ആരെങ്കിലും പറയോ ഇവർക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ടെന്ന്? ആരാ നിങ്ങൾ, എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞങ്ങളുടെ RV വാൻ ഇവിടെ എത്തുമ്പോൾ ബ്രേക്ക് ഡൗൺ ആയി, സ്റ്റാർട്ട് ആവുന്നതേ ഇല്ല, നേരം ഇരുട്ടി, മാത്രമല്ല നല്ല തണുപ്പല്ലേ, അതിനാൽ ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യോ? അത് കേട്ട് അതൊന്നും പറ്റില്ല, കുറച്ച് മുന്നോട്ട് നടന്നാൽ സിറ്റിയിലെത്തും, നിങ്ങൾ അവിടെ പോയി താമസിക്ക്. അത് കേട്ട് അതല്ല മോളെ, ഞങ്ങളോട് നിങ്ങളുടെ ബ്രദർ ബില്ലിയാണ് പറഞ്ഞത് ഇവിടെ താമസിക്കാൻ, അവൻ വരാൻ കുറച്ച് ലേറ്റാവും എന്നും പറയാൻ പറഞ്ഞു. അത് കേട്ടതോടെ മറ്റൊന്നും ആലോചിക്കാതെ അവരെ അകത്തേക്ക് കയറ്റുകയാണ്. മുത്തശ്ശൻ മാന്യമായി വെൽക്കം ചെയ്ത്, ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് ഒരു ഫാമിലി വരുന്നത്, നിങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഒരു ഫോൺ കോൾ ചെയ്യാനുണ്ട്, നിങ്ങളുടെ ഫോൺ ഒന്ന് തരുമോ? അത് കേട്ട് അയ്യോ ഞങ്ങളുടെ പക്കൽ ഫോണൊന്നുമില്ല, ആകെ ഉള്ളത് ഒരു മൊബൈൽ ഫോണാണ്, അതും ബില്ലിയുടെ കയ്യിലാണുള്ളത്, നിങ്ങൾ ഇരിക്ക്, ബില്ലി വന്നിട്ട് ഫോൺ നിങ്ങൾക്ക് തരാം, ഇപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്ക് എന്ന് പറഞ്ഞ് നൂഡിൽസ് എടുത്ത് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുകയാണ്. എന്നാൽ ഇവർക്ക് മനുഷ്യ ഇറച്ചി മാത്രമേ തിന്ന് പരിചയമുള്ളൂ. അതിനാൽ ഇപ്പോൾ നൂഡിൽസ് വായിൽ വെക്കുമ്പോൾ ഓക്കാനം വരികയാണ്. എന്നാൽ അത് പുറത്ത് കാട്ടാതെ തൽക്കാലം ഇത് മനുഷ്യൻ്റെ കുടൽമാല ആണെന്ന് കരുതാം എന്ന് സങ്കല്പിച്ച് അവർക്കൊരു സംശയം തോന്നാതിരിക്കാൻ ഫുഡ് ഇഷ്ടപ്പെട്ടു എന്ന ഭാവത്തിൽ കഴിക്കാൻ തുടങ്ങി. അന്നേരം അന ചോദിക്കുന്നു, ബില്ലി എവിടെ പോകുന്നു എന്നാ പറഞ്ഞത്? അവൻ എന്താ നിങ്ങളുടെ കൂടെ വരാത്തത്? അത് കേട്ട് കെയ്തിക്ക് എന്ത് പറയണം എന്നറിയാതെ സ്റ്റക്കായി നിൽക്കുമ്പോൾ പെട്ടെന്ന് കാതറിൻ ഇടപെട്ട്, അത് പിന്നെ നിന്റെ ബ്രദർ ബില്ലി ഏതോ മെലിൻ എന്നൊരുത്തനെ കാണാൻ പോകാനുണ്ട് എന്ന് പറഞ്ഞ് അന്വേഷിച്ചു പോയി, അതാ ഞങ്ങളോട് വീട്ടിൽ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു വിട്ടത്. അത് കേട്ട് ജൂലിക്ക് ഡൗട്ട് ഒന്നും തോന്നിയില്ല, എങ്കിലും അനയ്ക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുകയാണ്. അതിനാൽ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കെ മതിയായി, ഇതിനപ്പുറം നമ്മൾ ക്ഷമിച്ചു നിൽക്കുന്നത് വേണ്ട, എല്ലാറ്റിനെയും തീർക്കാം എന്ന ഭാവത്തിൽ അവർ പരസ്പരം സിഗ്നൽ കൊടുത്തതും കാലിൽ ഒളിപ്പിച്ചു വെച്ച കത്തിയെടുക്കാൻ നോക്കിയതും പെട്ടെന്ന് ആ വീട്ടിലേക്ക് ആരോ കയ്യിൽ ചുറ്റികയുമായി കടന്നു വരികയാണ്. അതാരാ മറ്റൊരു സൈക്കോ എന്ന് നോക്കിയാൽ അത് സൈക്കോ അല്ല, ജൂലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന മാക് എന്ന പയ്യനായിരുന്നു. അവനെ കണ്ടതും ആയിട്ടില്ല, ഇപ്പോൾ യുദ്ധം വേണ്ട എന്ന് പരസ്പരം സിഗ്നൽ കൊടുത്ത് എടുക്കാൻ നോക്കിയ ടൂൾസ് സൈക്കോ ഫാമിലി അവിടെ തന്നെ വെക്കുകയാണ്.
അതായത് വയസ്സായ മുത്തശ്ശനും 2 സിസ്റ്റേഴ്സ് മാത്രമാണ് ബില്ലിയുടെ വീട്ടിലുള്ളത് എന്ന് സൈക്കോ ഫാമിലിയോട് ബില്ലി പറഞ്ഞിരുന്നതല്ലേ. അതിനാൽ എല്ലാവരെയും സിമ്പിളായി കൊലപ്പെടുത്തിയിട്ട് ഇറച്ചിയാക്കാം എന്ന് സൈക്കോ ഫാമിലി തീരുമാനിച്ചാണ് ബില്ലിയുടെ വീട്ടിലേക്ക് വന്നത്. എന്നാൽ ഇങ്ങനെ ഒരുത്തൻ പെട്ടെന്ന് കയറി വരും എന്ന് അവർ ചിന്തിച്ചതേ ഇല്ല. മാക്ക് വന്നത് കൊണ്ടാണ് എല്ലാവരും ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ 3 പേരും ചട്ടിയിലായനെ. ഇപ്പോൾ ബില്ലിയുടെ ഫ്രണ്ടുകാരൻ ബെന്നിനെ കാണാം. അവൻ ബില്ലി കൊല്ലപ്പെട്ട കാര്യം പോലും അറിയാതെ ബില്ലിയുടെ ഫോണിലേക്ക് കോൾ ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഫോൺ നേരത്തെ സൈക്കോ ഫാമിലി ഉടച്ചു കളഞ്ഞതല്ലേ. ഇവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എവിടെ പോയി എന്നൊക്കെ പിറുപിറുത്തോണ്ട് നിൽക്കുമ്പോൾ അതുവഴി ഒരു പോലീസുകാരൻ വരികയാണ്. എന്ത് പറ്റി, വണ്ടി കംപ്ലൈൻ്റ് ആയോ, വാ ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ ഇല്ല സർ കുഴപ്പമില്ല, കുറച്ച് നേരത്തിനുള്ളിൽ എൻ്റെ ഫ്രണ്ടുകാരൻ ബില്ലി വരും, അവൻ മെക്കാനിക്കിനെ കൂട്ടാൻ പോയിരിക്കുകയാ. അത് കേട്ട് പോലീസുകാരൻ ശരി എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. പെട്ടെന്ന് ബെന്നിന് ഛർദ്ദിക്കാൻ വരികയാണ്. കാര്യം എന്തെന്നാൽ ഉച്ചയ്ക്ക് ജെഫ്രി ഒരു ചോക്ലേറ്റ് കൊടുത്തിരുന്നില്ലേ, ആ ചോക്ലേറ്റിൽ എന്തോ കലർത്തിയിട്ടുണ്ട്. ഇതേ നേരം ആ വീട്ടിൽ അതേ ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കാൻ നോക്കുമ്പോൾ ചോക്ലേറ്റ് പല്ലിന് നല്ലതല്ല, ഞങ്ങൾക്ക് ഫുഡിൽ കുറച്ച് കൺട്രോളൊക്കെ ഉണ്ട്, ഇവിടെ ആരും ചോക്ലേറ്റ് കഴിക്കാറില്ല എന്ന് മുത്തശ്ശൻ പറയുകയാണ്. അന്നേരം ജൂലി പറയുന്നു എന്താ മുത്തശ്ശ, വീട്ടിലേക്ക് വന്നവരോട് അങ്ങനെ പറയാൻ പാടില്ല, ആ ചോക്ലേറ്റ് എനിക്ക് താ എന്ന് പറഞ്ഞ് ജെഫ്രിൻ്റെ കയ്യിൽ നിന്നും 2 ചോക്ലേറ്റ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് ഒരെണ്ണം മാക്കിന് കൊടുക്കുകയും ചെയ്യുന്നു. അന്നേരം മുത്തശ്ശ ഈ വീട്ടിൽ ബാത്റൂം എവിടെയാ എന്ന് എമി ചോദിക്കുമ്പോൾ എടി അവൾക്ക് ബാത്റൂം കാണിച്ചു കൊടുക്ക് എന്ന് മുത്തശ്ശൻ അനയോട് പറഞ്ഞു വിടുകയും അന എമിക്ക് ബാത്റൂം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ബാത്റൂമിൽ കയറി എമി എന്തോ ഒരു കാര്യം ചെയ്യുകയാണ്. കാര്യമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നേരത്തെ എമിക്ക് നിന്റെ ഫേവറേറ്റ് ഫുഡ് അല്ലേ മനുഷ്യൻ്റെ കണ്ണ് എന്ന് പറഞ്ഞ് ബില്ലിയുടെ കണ്ണ് തോണ്ടിയെടുത്ത് കൊടുത്തിരുന്നില്ലേ, ആ കണ്ണ് പോക്കറ്റിൽ നിന്ന് ബാത്റൂമിൽ വീഴുകയും ചെയ്തു. പുറത്തിറങ്ങിയപ്പോൾ അവിടെ നിന്നിട്ടുള്ള അനയുടെ അടുത്ത് ചെന്ന് അവളെ തൊട്ട് തലോടി റൊമാൻസ് ചെയ്യാൻ തുടങ്ങി. 2 പേരും ലെസ്ബിയൻ ആണെന്ന് തോന്നുന്നു. അതിനിടയിൽ പെട്ടെന്ന് അവിടേക്ക് ജൂലി വരികയും നിങ്ങൾ എന്താ കുറെ നേരമായല്ലോ ഇവിടെ, വാ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോവുകയാണ്. അതിനുശേഷം എല്ലാവരും സൈലന്റ് ആയിരിക്കുമ്പോൾ എടി നീ പിയാനോ വായിക്ക് എന്ന് മുത്തശ്ശൻ പറയുകയും അന പിയാനോ വായിക്കാൻ തുടങ്ങി. അതൊരു 1.5 വായന ആയിരുന്നു. ആ മ്യൂസിക് കേട്ട് അനയോട് സൈക്കോ എമിക്ക് ഒരു ക്രഷ് തോന്നുകയാണ്. അങ്ങനെ ആ മ്യൂസിക് വായനയ്ക്ക് ശേഷം ഉറങ്ങാൻ സമയമായി എന്ന് പറഞ്ഞ് മുത്തശ്ശൻ കെയ്ത്തിയെയും കാതറിനെയും കൂട്ടി ഒരു റൂമിൽ പോയി ഇവിടെ നിങ്ങൾ കിടന്നുറങ്ങിക്കോ എന്ന് പറയുകയും ശേഷം ജെഫ്രിയെ ആണെങ്കിൽ അവൻ കൊലപ്പെടുത്തിയ ബില്ലിയുടെ തന്നെ റൂം കൊടുത്ത് അവിടെ ഉറങ്ങാൻ പറയുകയാണ്. ജൂലി ആണെങ്കിൽ അനയോടും എമിയോടും ഒരു റൂമിൽ കിടക്കാൻ പറയുകയാണ്. അന്നേരം നിനക്കും ഞങ്ങളുടെ കൂടെ കിടന്നാൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്, ഞാൻ എന്തിനാ അതിനിടയിൽ കട്ടുറുമ്പ് ആകുന്നത് എന്ന് ജൂലി പറയുകയാണ്. അന്നേരം എമി അനയോട് നിനക്ക് ബോയ് ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജൂലി ഇടയിൽ കയറി അനയ്ക്ക് ആൺകുട്ടികളെ ഇഷ്ടമല്ല, പെൺകുട്ടികളോടാണ് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞ് ജൂലി അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ റൂമിൽ കെയ്ത്തിയും കാതറിനും സംസാരിക്കാൻ തുടങ്ങി. ഏയ് മനുഷ്യ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഈ വീട്ടിൽ വയസ്സനും പെൺകുട്ടികളും മാത്രമല്ല ഉള്ളത്, ആ മാക്ക് എന്നൊരു തടിയനും ഉണ്ട്, അവനെ എതിർക്കാൻ നമുക്ക് പറ്റുമോ? അവനെ ഇറച്ചിയാക്കാൻ നോക്കിയാൽ അവൻ നമ്മളെ ഇറച്ചിയാക്കും എന്നാ എനിക്ക് തോന്നുന്നത്. എടി അതിനല്ലേ നമ്മൾ ചോക്ലേറ്റ് കൊടുത്തത്, ആ ചോക്ലേറ്റ് അവൻ കഴിച്ചാൽ അവൻ്റെ ശരീരം തളരും, ആ ഗ്യാപ്പിൽ മാക്കിനെ കൊന്ന് ഇറച്ചിയാക്കാം, ഓൻ്റെ ആ തടിച്ച ശരീരം നമുക്ക് അൽഫാം ഉണ്ടാക്കി കഴിക്കാം. അത് കേട്ട് അതിന് മാക്ക് ആ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ലല്ലോ, ഇത് അല്പം റിസ്ക് ഉള്ള വേട്ടയാണ് എന്ന് തോന്നുന്നു എന്ന് ടെൻഷൻ അടിച്ച പോലെ സംസാരിക്കുന്നത് കണ്ട് എടി കൊരങ്ങത്തി, നീ എന്തിനാ ബഗിടെത്തിയ പോലെ മണ്ടത്തരം പറയുന്നത്, ഇതൊക്കെ സിമ്പിൾ കേസ്, എല്ലാറ്റിനെയും വെട്ടി ഇറച്ചിയാക്കി നമുക്ക് പോകാം, നീ അടങ്ങി നിൽക്ക്, ഞാൻ ജെഫ്രിയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അനയാണെങ്കിൽ മുത്തശ്ശനെ കിടത്തിയിട്ട് നേരെ എമിയുള്ള റൂമിലേക്ക് പോവുകയാണ്. ഇതേ നേരം കെയ്ത്തി ജെഫ്രിയുടെ റൂമിൽ എത്തിയപ്പോൾ എടാ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്, അതിനാൽ ഒറ്റയ്ക്ക് എല്ലാത്തിനെയും കൊല്ലാൻ കഴിയില്ല, ഓരോരുത്തരെയായി വേണം പതുങ്ങി നിന്ന് കൊല്ലാൻ. ശരി എങ്കിൽ ആദ്യം ആ അനയെ കൊല്ലാം എന്ന് ജെഫ്രി പറയുമ്പോൾ അവളെ നമ്മൾ നോക്കണ്ട, അവൾ നമ്മുടെ എമിയുടെ കൂടെയാ കിടക്കുന്നത്, എമി അനയെ കൊല്ലും എന്ന് കെയ്ത്തി പറയുകയാണ്. ഓ പിന്നെ അവളെ കൊണ്ടൊന്നും പറ്റില്ല, അവൾ കിട്ടിയ അവസരം മുതലാക്കും, അവളുടെ സ്വഭാവം എനിക്കറിയാം, അവർ തമ്മിൽ ലവാവും ഉറപ്പ്. എടാ നീ നിന്റെ ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ മോശം സംസാരിക്കരുത്, എമിയെ നിനക്ക് വിശ്വാസമില്ലെങ്കിലും എനിക്ക് അവളിൽ നല്ല വിശ്വാസമുണ്ട്, അവൾ എന്തായാലും അനയെ കൊല്ലും, അതിനാൽ നീ വേറെ ആരെങ്കിലും കൊല്ലാൻ ട്രൈ ചെയ്യ് എന്ന് പറയുമ്പോൾ ശരി ഞാൻ ആ മാക്കിനെ കൊല്ലാം. അത് കേട്ട് എടാ ബഗിട, നീ പറയുന്ന പോലെ അത് അത്ര ഈസിയല്ല, അവൻ്റെ
കാര്യം ഞാൻ നോക്കാം, ഏതായാലും നീ അവന് ചോക്ലേറ്റ് കൊടുത്തത് നന്നായി, നീ എൻ്റെ മകൻ തന്നെ എന്ന് പറഞ്ഞ് കേറ്റി അവിടുന്ന് പോവുകയും ജെഫ്രി ആണെങ്കിൽ ആരെയോ കൊല്ലാൻ പ്ലാൻ ചെയ്യുകയാണ്. ഇതേ നേരം മറ്റേയിടത്ത് ബെൻ ആണെങ്കിൽ ബില്ലി വരും എന്ന് കാത്തിരുന്ന് മുഷിഞ്ഞ് ഒടുവിൽ ബില്ലിയുടെ ഫോണിലേക്ക് വോയിസ് മെസ്സേജ് അയച്ച് നേരെ അവൻ്റെ വീട്ടിലേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ്. ഇപ്പോൾ വീട്ടിൽ അന റൂമിൽ എത്തിയപ്പോൾ സൈക്കോ എമി ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. അത് കണ്ട് എടി നിന്റെ അച്ഛൻ ഇവിടെ വന്നപ്പോൾ ഫോണില്ല എന്നല്ലേ പറഞ്ഞിരുന്നത്, ഇപ്പോൾ നിന്റെ കയ്യിൽ എവിടുന്ന ഫോണ്? അത് പിന്നെ എൻ്റെ കയ്യിൽ ഫോണും ഒക്കെയുണ്ട്, ചാർജ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അതിനുശേഷം അവിടെയുള്ള ട്രോഫിയൊക്കെ നോക്കി അതിനെക്കുറിച്ച് എമി ചോദിക്കുകയാണ്. അന അമ്പെയ്ത്ത് മത്സരത്തിൽ ഒക്കെ പങ്കെടുത്ത് നേടിയ ട്രോഫികളാണ് അവിടെയുള്ളത്. പിന്നെ നീ ആരോടാ ഫോണിൽ സംസാരിച്ചത്, നിന്റെ ബോയ് ഫ്രണ്ടാണോ എന്ന് അന ചോദിക്കുമ്പോൾ ഏയ് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല, അതെൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് എമി പറയുകയാണ്. ശരി, നീ ഇവിടെ ബെഡിൽ ഉറങ്ങ്, ഞാൻ പുറത്ത് സോഫയിൽ പോയി ഉറങ്ങാം എന്ന് അന പറയുമ്പോൾ എന്ത് പുറത്ത് സോഫയിലോ, ഇത് നിന്റെ റൂം, നിന്റെ ബെഡ്, നീയും ഞാനും ഒരുമിച്ച് കിടന്നാൽ എന്താ പ്രശ്നം, വാ നമുക്ക് ഒരുമിച്ച് കിടക്കാം എന്നൊക്കെ പറഞ്ഞ് അനയെ റൊമാൻറ്റിക് മൂഡിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുപോകുമ്പോൾ അനയും അതേപോലെ മൂഡ് മാറി നിൽക്കുകയാണ്. ഇതേ നേരം ജെഫ്രി കൊടുത്ത ആ ചോക്ലേറ്റ് ജൂലിയും മാക്കും കഴിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. രണ്ടുപേരും ഛർദ്ദിക്കാൻ തുടങ്ങി. ജൂലി ബാത്റൂമിൽ ഛർദ്ദിക്കുമ്പോൾ മാക്ക് വന്ന് എടി പെട്ടെന്ന് പുറത്തു വാ എന്ന് പറഞ്ഞ് ബാത്റൂമിന്റെ ഡോർ തട്ടുകയാണ്. എന്നാൽ അവൾ ഡോർ തുറക്കാത്തതിനാൽ മാക്ക് നേരെ പുറത്തു പോയി ഛർദ്ദിക്കാൻ തുടങ്ങി. ദേ അവിടെ കേറ്റി പറഞ്ഞത് കേൾക്കാതെ കത്തിയുമായി ജെഫ്രി വന്നിരിക്കുന്നു. ജെഫ്രിയെ കണ്ട മാക്ക് എടാ എന്ത് ചോക്ലേറ്റ് ആണ് ബ്രോ നീ തന്നത്, അത് കഴിച്ചപ്പോൾ തുടങ്ങിയ ഛർദിയ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അത് വെറും ചോക്ലേറ്റ് അല്ലടാ, കഴിച്ചവൻ്റെ എക്സ്പയറി ഡേറ്റ് തീരും, ഇല്ലെങ്കിൽ ഞാൻ തീർക്കും എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് ഒരൊറ്റ വെട്ട്. എന്നാൽ പറഞ്ഞിട്ട് എന്ത് കാര്യം, മാക്ക് ആളൊരു കില്ലാടിയാണ്. ജെഫ്രിയെ തൂക്കിയെടുത്ത് വലിച്ചെറിയുകയാണ്. ഇതേ നേരം റൂമിൽ അനയും എമിയും പൊരിഞ്ഞ ഡിങ്കോൾഫി രണ്ടുപേരും സ്വവർഗാനുരാഗികളാണല്ലോ. അവരുടെ അനുരാഗം നടക്കുമ്പോൾ അനയ്ക്ക് പുറത്ത് നടക്കുന്ന അടിയുടെ ശബ്ദം കേൾക്കുകയാണ്. അതെന്താ എന്ന് എത്തി നോക്കുമ്പോൾ അതിനു മുന്നേ എമി അനയുടെ മൈൻഡ് മാറ്റാൻ സിഗരറ്റ് എടുത്ത് കത്തിച്ച് അവൾക്ക് കൂടി കൊടുത്ത് രണ്ടുപേരും മാറി മാറി പുകവലിക്കാൻ തുടങ്ങി. പുറത്താണെങ്കിൽ ജെഫ്രിയും മാക്കും പൊരിഞ്ഞ പോരാട്ടം. ജെഫ്രിയെ അടിച്ച് നിലത്തിട്ടെങ്കിലും ആ ചോക്ലേറ്റ് കഴിച്ചതിനാൽ ഇപ്പോൾ കൂടുതൽ ശരീരം തളരുകയും ഛർദ്ദിക്കാനും തുടങ്ങി. ആ ഗ്യാപ്പിൽ ജെഫ്രി എഴുന്നേറ്റ് അവൻ്റെ പോക്കറ്റിൽ നിന്നൊരു മൂർച്ചയുള്ള എന്തോ ഒരു കമ്പി എടുത്ത് മാക്കിൻ്റെ കഴുത്ത് കറകറ എന്ന് അറുക്കാൻ തുടങ്ങി. ഇതേ നേരം കെയ്റ്റിയെ കയ്യിൽ ഒരു കോടാലി എടുത്ത് നേരെ മുത്തശ്ശൻ്റെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് മുത്തശ്ശനെ കൊല്ലാൻ നോക്കുമ്പോൾ പുറത്ത് ജെഫ്രി മാക്കിൻ്റെ കഴുത്തറുത്ത് കൊല്ലുന്ന ആ കാഴ്ച കണ്ട് മകനെ ഓർത്ത് അഭിമാനിച്ച് നിൽക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മുത്തശ്ശൻ കണ്ണു തുറക്കുകയും അലറാൻ നോക്കുമ്പോൾ കെയ്റ്റി കോടാലി വീശി മുത്തശ്ശൻ്റെ തലക്കൊരൊറ്റ വെട്ടൽ. മുത്തശ്ശൻ്റെ കഥ തീർന്ന്. അതിനുശേഷം പുറത്തിറങ്ങി ജെഫ്രിയെ എടാ പെട്ടെന്ന് വാടാ എന്ന് പറഞ്ഞു റൂമിലേക്ക് കൂട്ടിയിട്ട് പോയി. എടാ ആ മാക്കിനെ നീ നേരിടേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ, അത് കേൾക്കാതെ നീ എന്തിനാടാ മാക്കിനെ കൊന്നത്, കുറച്ച് ഡിസിപ്ലിൻ വേണം, പറഞ്ഞത് അനുസരിക്കാത്തതിനാൽ നിനക്ക് ഒരു ശിക്ഷയുണ്ട്, ഇപ്പോൾ നീ പോയിക്കോ എന്ന് പറഞ്ഞ് ഭാര്യയുടെ മുന്നിൽ കലിപ്പനെ പോലെ പെരുമാറി അവനെ റൂമിലേക്ക് പറഞ്ഞു വിട്ട പോലെ പെരുമാറി മാറി നിന്ന് മാക്കിൻ്റെ നാക്ക് അറുത്തെടുത്ത് അത് ജെഫ്രിക്ക് കൊടുത്തിട്ട് എടാ മോനെ നിന്നെ ഓർത്ത് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, പോയിക്കോ നിന്റെ റൂമിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിച്ച് വിട്ട് നേരെ റൂമിൽ പോയി ഇരിക്കുമ്പോൾ ഏയ് മനുഷ്യ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മകൻ ചെയ്തത്, എന്തെങ്കിലും തെറ്റായി നടന്നിരുന്നെങ്കിൽ മാക്ക് നമ്മുടെ മോനെ കൊന്നേനെ. എണി നോക്ക് ഞാൻ അവനെ വഴക്ക് പറഞ്ഞു, അവൻ ധൃതി കാട്ടിയതിന് അവന് വഴക്ക് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം നോക്ക് അവൻ ചെയ്തത് നല്ല കാര്യമല്ലേ, കൃത്യസമയത്ത് അവൻ ഇടപെട്ടത് കൊണ്ടല്ലേ മാക്കിനെ കൊല്ലാൻ കഴിഞ്ഞത്, നമ്മുടെ മകൻ മിടുക്കനാണ്. ഇപ്പോൾ മറ്റേ റൂമിൽ എമിയും അനയും വീണ്ടും പരിപാടിയിൽ ഏർപ്പെടുന്ന പോലെ എമി അനയെ കിസ് ചെയ്യുന്ന പോലെ നോക്കി അവളുടെ കത്തിയെടുത്ത് കുത്തി കൊല്ലാൻ നോക്കുമ്പോൾ തന്നെ വേണ്ടടി മതി ഇനി പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് എമിയെ തള്ളിവിട്ട് എഴുന്നേൽക്കുകയാണ്. എന്നാൽ കാലിൽ വച്ചിരുന്ന കത്തി കാലിൽ കൊണ്ട് എമിയുടെ കാല് മുറിയുകയും ചെയ്തു. അത് കണ്ട് അതെങ്ങനെ മുറിഞ്ഞു, കാലിൽ എന്താ പറ്റിയേ എന്ന് അന ചോദിക്കുമ്പോൾ അത് പിന്നെ സേഫ്റ്റിക്ക് വേണ്ടി ഞാനൊരു കത്തി വച്ചിരുന്നു, അത് കാലിൽ കൊണ്ട് മുറിഞ്ഞതാ എന്ന് പറയുകയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്ന് പറഞ്ഞ് അന മുറിവിൽ കെട്ടാൻ തുടങ്ങി. അന്നേരം വീണ്ടും എമി കത്തിയെടുത്ത് പുറകിലൂടെ അനയെ കുത്താൻ നോക്കിയതും പെട്ടെന്ന് അന സ്നേഹത്തോടെ എമിക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് നീ ഇവിടെ തന്നെ ഇരിക്ക്, ഞാൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അന അവിടുന്ന് പോവുകയാണ്. അതിനാൽ എമിക്ക് അനയെ കൊല്ലാൻ കഴിഞ്ഞില്ല. അന നേരെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുക്കാൻ
മരുന്ന് എടുക്കാൻ ഒരു ചെറിയ ഷെഡ് പോലെയുണ്ട്. അവിടെ പോയി എടുക്കാൻ നോക്കുമ്പോൾ അവൾക്ക് അവിടെ ആരോ കതക് തുറക്കുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താ ആ ശബ്ദം എന്ന് ആ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ സൈക്കോ ഫാമിലിയുടെ RV വാൻ കാണുകയാണ്. പെട്ടെന്ന് ആരോ വരുന്ന ശബ്ദം കേട്ട് മാറി നിൽക്കുമ്പോൾ വാനിൽ നിന്നും കെയ്ത്തിയും കാതറിനുമാണ് ഇറങ്ങി വരുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നൂഡിൽസ് കഴിച്ച് വിശപ്പ് മാറാത്തതിനാൽ ഫ്രീസറിൽ വച്ചിരിക്കുന്ന ബില്ലിയുടെ ഇറച്ചി പൊരിച്ച് കഴിക്കാനാണ് വാനിൽ കയറിയത്. അങ്ങനെ രണ്ടുപേരും പോയ ശേഷം ഒരു സംശയം തോന്നി. ഇത്രയും വലിയ വാഹനത്തിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇല്ലേ? എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് എന്നൊക്കെ പല സംശയങ്ങൾ മനസ്സിൽ വിരിഞ്ഞ് RVയിൽ കയറി ഓരോ ഭാഗത്തായി നിരീക്ഷിക്കാൻ തുടങ്ങി. അന്നേരം ഇപ്പോഴാണ് ആ രഹസ്യം അനയ്ക്ക് മനസ്സിലാവുന്നത്. ബില്ലിയുടെ തല വെട്ടി അതേപോലെ ഫ്രിഡ്ജിൽ വച്ച ആ കൊടൂര കാഴ്ച ഇപ്പോൾ അന കാണുകയും ചെയ്തു. വീട്ടിൽ ബാത്റൂമിൽ ജൂലി ഇപ്പോഴും ചോക്ലേറ്റ് കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റിൽ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ ബോയ് ഫ്രണ്ട് മാക്ക് ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് കരുതി അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എമിയുടെ പോക്കറ്റിൽ നിന്നും വീണ ബില്ലിയുടെ കണ്ണ് ഇപ്പോൾ ജൂലിക്ക് കിട്ടുകയാണ്. എന്നാൽ അത് കണ്ണ് നോക്കി ആരുടെ കണ്ണാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. സ്വന്തം ബ്രദറിന്റെ ബില്ലിയുടെ കണ്ണാണ് അത് എന്ന് പാവം ജൂലിക്ക് മനസ്സിലായില്ല. ഇക്കാര്യം ഉടനെ മുത്തശ്ശനെ അറിയിക്കണം എന്ന് കരുതി പോവുകയാണ്. എന്നാൽ അവിടെ മുത്തശ്ശന്റെ തല കോടാലി വെച്ച് വെട്ടി പിളർത്തിയ ആ കൊടൂര കാഴ്ച കണ്ട് ജൂലി അലർന്നതിന് മുന്നേ പുറകിലൂടെ കെയ്ത്തി വന്ന് വാ പൊത്തിപ്പിടിച്ച് നേരെ കാതറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട്, എടേ ഇത് നിന്റെ ഊഴമാണ്, ഇവളെ നീ കൊല്ല് എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ കൊല്ലാനാ, അവൾ പിടയ്ക്കുന്നത് കണ്ടില്ലേ, എനിക്ക് പേടിയാ എന്ന് കാതറിൻ പറഞ്ഞു നിൽക്കുമ്പോൾ അത് ശരി, ഓളെ പേട ഞാൻ മാറ്റാം എന്ന് പറഞ്ഞ് ടേബിളിലേക്ക് ഒരൊറ്റ ഇടി. അതോടെ ജൂലിയുടെ ബോധം പോവുകയും ചെയ്തു. ഇനി കൊല്ല്, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊല്ല്, ആസ്വദിക്ക് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇപ്പോൾ രണ്ടു പേർക്കും ഈ ഒരു സാഹചര്യത്തിൽ റൊമാൻസ് ഫീലിംഗ് വരികയാണ്. അടുത്ത് മകൻ ഉണ്ടെന്ന് വകവെക്കാതെ രണ്ടുപേരും കിസ് ചെയ്ത് ശേഷം കത്തി എവിടെ, ഇവളുടെ കഴുത്ത് എനിക്ക് അറക്കണം എന്ന് കാതറിൻ പറഞ്ഞ് നാക്ക് വായിലിട്ടതും പെട്ടെന്നൊരു അമ്പ് വന്ന് കാതറിൻ്റെ തൊണ്ടയിലേക്ക് തറച്ച് കയറി ആ സ്പോട്ടിൽ തന്നെ കാതറിൻ മരിച്ചു വീഴുകയും ചെയ്തു. അതാരാ അമ്പ് ചെയ്തത് എന്നറിയാതെ എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ എമി പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ കയ്യിൽ അമ്പും വില്ലുമായി ചുറ്റി നടക്കുന്ന അനയെ കാണുകയാണ്. അയ്യോ, അവളെല്ലാം മനസ്സിലാക്കി എന്ന് തോന്നുന്നു. എൻ്റെ ഫാമിലിക്ക് എന്താ പറ്റിയത് എന്ന് ഭയന്ന് എമി പോയി നോക്കുമ്പോൾ അവളുടെ അമ്മ കാതറിൻ കഴുത്തിൽ അമ്പ് തറച്ച് കയറി കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ച കാണുകയാണ്. എന്നിട്ട് അലറിക്കരഞ്ഞ്, എൻ്റെ അമ്മയെ കൊന്നവളെ വെറുതെ വിടരുത്, ഈ ഫാമിലിയിലെ എല്ലാവരെയും കൊല്ലണം, നിങ്ങളാണ് എല്ലാറ്റിനും കാരണം, നിങ്ങളല്ലേ ഈ കുടുംബത്തിൽ എല്ലാവരും ബലമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിയിട്ട് വന്നത്, നിങ്ങൾ ഒറ്റ ഒരാളാണ് അച്ഛാ അമ്മ മരിക്കാൻ കാരണം, നിങ്ങൾ ഞങ്ങളെ എല്ലാവരെയും ഇവിടേക്ക് കൂട്ടിയിട്ട് വന്നതാണ്, നിങ്ങൾ ചെയ്ത തെറ്റ് എന്നൊക്കെ പറഞ്ഞ് എമി കെയ്ത്തിയെ കുറ്റപ്പെടുത്തുമ്പോൾ ജഫ്രി ഇടയിൽ കയറി, ഞാൻ ആദ്യം കൊല്ലണം എന്ന് കരുതിയത് അനയെയാണ്, എന്നാൽ നീ അവളുടെ കൂടെ ഡിങ്കോൾഫ് ചെയ്യാനല്ലേ അവളുടെ കൂടെ കിടന്നിട്ടും ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടത്, നീ അവളെ വെറുതെ വിട്ടത് കൊണ്ടല്ലേ അവൾ അമ്പെയ്ത് നമ്മുടെ അമ്മയെ കൊന്നത് എന്ന് പറഞ്ഞ് എമിയോട് ദേഷ്യപ്പെടുമ്പോൾ എമിയും തിരിച്ച് ദേഷ്യപ്പെടുകയാണ്. അന്നേരം നിർത്ത്, ഇത് വഴക്കിടാനുള്ള നേരമല്ല, പുറത്ത് അന നമ്മളെ കൊല്ലാനായി അമ്പും വില്ലും പിടിച്ചു നിന്നിട്ടുണ്ട്, സോ അതിനാൽ ജൂലിയെ ഉപയോഗിച്ച് അനയെ നിലക്ക് നിർത്തണം, എന്നിട്ട് അനയെ ആദ്യം കൊല്ലണം, അതിനുശേഷം ജൂലിയെ കൊല്ലാം എന്ന് പറഞ്ഞ് ജൂലിയെ ചെയറിൽ കെട്ടിയിരുത്തി അവളെ ഭയങ്കരമായി ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. വേദനയിൽ ജൂലി അലറിക്കരയുമ്പോൾ അതൊക്കെ ഒരു വശത്ത് നിന്ന് അന കാണുന്നുണ്ട്. പതുക്കെ ഒരു വശത്ത് കൂടി പോയി അവളുടെ റൂമിലെ ജനാല തുറന്ന് അകത്ത് കയറി അവിടെ എമിയുടെ ഫോണുണ്ട്, അതെടുത്ത് നേരെ പോലീസിനെ വിളിച്ച്, സർ എത്രയും പെട്ടെന്ന് ഈ നമ്പർ ട്രേസ് ചെയ്ത് ഇവിടത്തേക്ക് വാ, ഞങ്ങൾ ഒരു സൈക്കോ ഫാമിലിയുടെ മുന്നിൽ പെട്ടിരിക്കുകയാ, ഞങ്ങളെ അവർ കൊല്ലാൻ നോക്കുക, പെട്ടെന്ന് വാ സർ എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കെ ഫോൺ ഓഫ് ആവുകയാണ്. അതേ നേരം അന സംസാരിക്കുന്ന ശബ്ദം കേട്ട് ജഫ്രി കയ്യിൽ കത്തിയുമായി ആ ഭാഗത്തേക്ക് പോവാൻ തുടങ്ങി. അടുത്ത് എത്തി കുത്താൻ നോക്കുമ്പോൾ തന്നെ അന അവനെ അടിച്ച് വീഴ്ത്തുകയും ചെയ്തു. നേരത്തെ അന പോലീസിൽ കോൾ ചെയ്ത് പറഞ്ഞെങ്കിലും മൊത്തമായി പോലീസിന് കേട്ടില്ല. ആകെ കുഴപ്പത്തിൽ എന്തായാലും നമ്പർ ട്രേസ് ചെയ്ത് പോയി നോക്കാം എന്ന് തീരുമാനിച്ച് അനയുടെ വീട് ലക്ഷ്യമാക്കി പോവുകയാണ്. ഇതേ നേരം വീട്ടിൽ കൈതി, എടീ നീ ഇനി 10 സെക്കൻഡിൽ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ 11ാമത്തെ സെക്കൻഡിൽ നിന്റെ ജൂലിയെ ഞാൻ കാലാപുരിക്ക് തട്ടും, മര്യാദയ്ക്ക് മുന്നിൽ വാ എന്ന് പറയുമ്പോൾ ദേ വരുന്നു അന. ജഫ്രിയെ ലോക്ക് ചെയ്താണ് വരുന്നത്. മര്യാദയ്ക്ക് ജൂലിയെ വിട്, ഇല്ലെങ്കിൽ നിന്റെ മകന്റെ കഴുത്തറുക്കും ഞാൻ. എന്നാൽ അത് കേട്ടിട്ടും കെയ്ത്തി ഒരു തുള്ളി പോലും പേടിച്ചില്ല. എടേ നീ അവനെ കൊന്നു എന്ന് കരുത്, ബാക്കി ഞങ്ങൾ രണ്ടുപേരുണ്ട്. എൻ്റെ മകനെ കൊന്നതിൻ്റെ പേരിൽ ഞങ്ങൾ നിന്നെയും നിന്റെ അനിയത്തെയും കൊടൂരമായി കീറിമുറിച്ച് കൊന്നു തിന്നും. എന്നാൽ നീ അവനെ വെറുതെ വിട്ടാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടും. അത് കേട്ട് അനയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല.
പറ്റില്ല. അതിനാൽ ജെഫ്രിയെ വെറുതെ വിടുകയാണ്. ശേഷം അനയെയും ചെയറിൽ കെട്ടിയിരുത്തി കെയ്തി അവൻ്റെ സൈക്കോ തരം കാട്ടാൻ തുടങ്ങി. നേരത്തെ കൊലപ്പെടുത്തിയ മാക്കിൻ്റെ നാക്ക് ഒരു പാനിലിട്ട് എണ്ണയൊക്കെ പുരട്ടി മസാലയിട്ട് നാക്ക് ഫ്രൈ ചെയ്ത് ജൂലിയുടെ അടുത്ത് കൊണ്ടുപോയി അതിനെ കഴിക്കാൻ പറയുകയാണ്. ജൂലിയുടെ ബോയ് ഫ്രണ്ടിൻ്റെ നാക്ക് ഫ്രൈ ചെയ്ത് അവൾക്ക് തന്നെ കൊടുക്കുമ്പോൾ ആ കൊടൂര അവസ്ഥയിൽ അവൾ മനന്നൊന്ന് ഭയന്ന് കരയാൻ തുടങ്ങി. എന്നിട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കരയുമ്പോൾ എന്തിനാ അവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് അന ചോദിക്കുമ്പോൾ അത് ശരിയാണല്ലോ, ജൂലി ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നാൽ നീയല്ലേ എൻ്റെ ഭാര്യയെ അമ്പെയ്ത് കൊന്നത്, അതുകൊണ്ട് ഇത് നീ കഴിക്ക് എന്ന് പറഞ്ഞ് നാക്ക് ഫോർക്കിൽ കുത്തി നീട്ടുമ്പോൾ അനയും അത് കഴിക്കാൻ തയ്യാറായില്ല. നീ കഴിക്കില്ല അല്ലേ, എന്നാൽ നീ കഴിച്ചില്ലെങ്കിൽ നിന്റെ അനിയത്തിയുടെ ജൂലിയുടെ ഒരു കൈവിരൽ ഞാൻ മുറിച്ചെടുക്കും. അത് കേട്ടിട്ടും അന കഴിക്കാൻ സമ്മതിക്കാതെ നിൽക്കുമ്പോൾ കലിപ്പായ സൈക്കോ കെയ്തി ജൂലിയുടെ ഒരു വിരൽ മുറിച്ചു മാറ്റുകയും ചെയ്തു. അവൾ അസഹനീയമായ വേദനയാൽ കരയുമ്പോൾ വീണ്ടും നാക്കിറച്ചിയെടുത്ത് അനയുടെ അടുത്ത് ചെന്ന് കഴിപ്പിക്കാൻ നോക്കുമ്പോൾ എടാ പിരാന്ത, ഞാനിത് കഴിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഞങ്ങളെ രണ്ടുപേരെയും കൊല്ലും, പിന്നെ എന്തിനാ ഞാൻ കഴിക്കുന്നത്, പെട്ടെന്ന് ഞങ്ങളെ കൊല്ല് എന്ന് അന പറഞ്ഞു കരയുകയാണ്. എടി, അത്ര പെട്ടെന്ന് നിങ്ങൾ മരിച്ചാൽ എനിക്കതിൽ ഒരു സുഖം കിട്ടില്ല. ഞാൻ ചെയ്യുന്ന ടോർച്ചർ കാരണം നിങ്ങൾ മരിക്കാൻ വേണ്ടി എന്നോട് അപേക്ഷിച്ചു കൊണ്ടേയിരിക്കണം. അപേക്ഷയുടെ എണ്ണം കൂടി വരുമ്പോൾ മാത്രമേ ഞാൻ നിങ്ങളെ കൊല്ലൂ. അതുവരെ നിങ്ങൾക്ക് മരണമില്ല. നീ പിയാനോ ഒക്കെ വായിക്കുന്നവളല്ലേ, നിന്റെ അനിയത്തിയുടെ വിരൽ വെട്ടുന്നതിന് പകരം നിന്റെ വിരലാണ് വെട്ടേണ്ടത്. പറ, നിനക്ക് ഏത് വിരലാ വളരെ പ്രധാനപ്പെട്ട വിരൽ എന്ന് ചോദിക്കുമ്പോൾ എടാ പിരാന്ത, നീ എൻ്റെ ഏത് വിരൽ വെട്ടിയാലും എനിക്കതിൽ ഒരു വിഷമവും ഇല്ല. എന്തെന്നാൽ നിങ്ങളുടെ മകളായ എമിക്കാണ് കൈവിരലിൻ്റെ ആവശ്യം ഉള്ളത്. എന്തെന്നാൽ രാത്രി ഞാനും എമിയും ചേർന്ന് എന്ന് പറഞ്ഞ് ഡിങ്കോൾഫി കാര്യം പറയാൻ തുടങ്ങുമ്പോൾ എമി ഇടയിൽ കയറി, ഏയ് നീ എന്താ പറയുന്നത്, അച്ഛാ എന്തിനാ ഇവളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, പെട്ടെന്ന് ഇവളെ വെട്ടിക്കൊല്ല് എന്ന് പറയുമ്പോൾ എന്താടി നിനക്ക് പേടിയാണോ, നീ ലെസ്ബിയനാണെന്ന് അച്ഛനോട് പറയുന്നത് നിനക്ക് ഇഷ്ടമല്ലേ. അത് കേട്ടതോടെ കെയ്ത്തിക്ക് ഷോക്ക്. എന്താടി നീ ലെസ്ബിയനാണോ, മാനം കെട്ടവളെ എന്ന് പറഞ്ഞ് കെയ്ത്തി കലിപ്പിലാവുമ്പോൾ ഇല്ല അച്ഛാ, ഞാൻ ലെസ്ബിയനല്ല, അവൾ കള്ളം പറയുകയാ. അത് കേട്ട് അന, എന്ത് ഞാൻ കള്ളം പറഞ്ഞെന്നോ, നീ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിനെ വിളിക്കുന്നതാണെന്ന് പറഞ്ഞ് കോൾ ചെയ്യാറില്ലേ, അത് ഫ്രണ്ടുകാരനെയല്ല ഒരു ഫ്രണ്ടുകാരിയല്ല വിളിക്കുന്നത്, ഒരു പെണ്ണിനെ വിളിച്ചാണ് സൊള്ളുന്നത്. എന്തെന്നാൽ നിനക്ക് ആൺകുട്ടികളെക്കാൾ താല്പര്യം പെൺകുട്ടികളോടാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ശരി, നീ ബോയ് ഫ്രണ്ടിനെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെയായിട്ടും ബോയ് ഫ്രണ്ടിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതുമില്ല, ഒരു ഫോട്ടോ പോലും ഞങ്ങൾക്ക് കാണിച്ചിട്ടില്ല എന്ന് കലിപ്പിൽ ചോദിക്കുമ്പോൾ ഇപ്പോൾ എമി സത്യം പറയാൻ തുടങ്ങി. അതെ, ഞാനൊരു ലെസ്ബിയനാണ്. ഇപ്പോൾ എന്താ പ്രശ്നം, ഞാൻ അങ്ങനെയാണ് എന്ന് അമ്മയ്ക്കും നന്നായി അറിയാം. അമ്മ അത് അറിഞ്ഞിട്ടും എന്നെ വഴക്ക് പറയാതെ സപ്പോർട്ടാണ് ചെയ്തത്. എന്തെന്നാൽ ഇത് എൻ്റെ കുറ്റമല്ല, അമ്മ നിങ്ങളെപ്പോലെ ഒന്നും മോശമായി എന്നോട് സംസാരിച്ചതേ ഇല്ലല്ലോ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് അച്ഛനും മകളും തമ്മിൽ വാക്ക് പോര് നടക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഒരു വിധത്തിൽ കയ്യിൽ കെട്ടിയ കെട്ട് ഊരി മാറ്റി അവിടെയുള്ള ഒരു ഫോർക്ക് എടുത്ത് കെയ്ത്തിയുടെ കണ്ണിലേക്ക് ഒരൊറ്റ കുത്ത്. അത് കണ്ട് എമി അനയുടെ തല പിടിച്ച് ഇടിക്കാൻ തുടങ്ങി. അന്നേരം കെയ്ത്തി തൻ്റെ കണ്ണിൽ കുത്തിയിരിക്കുന്ന ഫോർക്ക് വലിച്ചൂരുമ്പോൾ ഓൻ്റെ ഒരു കണ്ണ് പുറത്തു വരികയാണ്. ഇത്രയും നാൾ മറ്റുള്ളവരുടെ കണ്ണും മൂക്കും മറ്റെല്ലാം കഴിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പോൾ അവൻ്റെ കണ്ണ് തന്നെ വായിലിട്ട് റംബുട്ടാൻ കഴിക്കുന്ന പോലെ കൊഴാന്ന് കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ബില്ലിയുടെ ഫ്രണ്ടുകാരൻ ബെൻ എത്തി കൈദിയുടെ ഷോൾഡറിലേക്ക് ഒരൊറ്റ പൊട്ടിക്കൽ. ആ ഗ്യാപ്പിൽ അന ജൂലിയെ രക്ഷിക്കാനായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കെ കൃത്യം അവിടേക്ക് ജെഫ്രി എത്തി നിൽക്കുകയാണ്. അന്നേരം അന, ഏയ് നോക്കി നിൽക്കാതെ അവനെ വെടിവെച്ച് കൊല്ല് എന്ന് പറയുമ്പോൾ പുറകിലൂടെ കെയ്ത്തി പൂച്ചട്ടിയുമായി വന്ന് ഒരൊറ്റ അടി. അങ്ങനെ രണ്ടുപേരും അടിപിടി കൂടുമ്പോൾ ജെഫ്രി ആണെങ്കിൽ കത്തിവെച്ച് അനയെ വിരട്ടി നേരെ കിച്ചണിന്റെ അടുത്തേക്ക് കൂട്ടിട്ട് പോയി ഷൂന്ന് ആക്കുമ്പോൾ ഗുളുഗുളൂന്ന് തിളച്ചോണ്ടിരുന്ന വെള്ളമെടുത്ത് ഓന്റെ മോന്തക്കൊഴിച്ചപ്പോൾ മുഖം വെന്ത് ഉരുകാൻ തുടങ്ങി. ആ ഗ്യാപ്പിൽ അന ഒരു ചപ്പാത്തി പരത്തുന്ന കുന്ത്രാണ്ടം എടുത്ത് ജെഫ്രിയുടെ കഴുത്തിലേക്ക് വെച്ച് ഞെരുക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇതേ നേരം കെയ്തിയും ബെന്നും പൊരിഞ്ഞ യുദ്ധം. ആ പോരാട്ടത്തിൽ ബെൻ കെയ്തിയുടെ കണ്ണ് ഇല്ലാത്ത ആ മുറിഞ്ഞ ഓട്ടയിലേക്ക് വിരലിട്ട് അമർത്തി കൊടൂരപ്പെടുത്തുമ്പോൾ കെയ്തി വേദനയാൽ അലറി പിടയുമ്പോൾ കയ്യിൽ കിട്ടിയ ഒരു കത്തിയെടുത്ത് ബെന്നിൻ്റെ തലയ്ക്ക് ഒരൊറ്റ കുത്തൽ. മറ്റേ വശത്ത് അന ആണെങ്കിൽ ജെഫ്രിയുടെ കഴുത്ത് ഉടച്ച് അവനെയും കൊന്ന് കാലാപുരിക്ക് അയക്കുകയും ചെയ്തു. മറ്റേ വശത്ത് കെയ്തി ആണെങ്കിൽ ഇവൻ്റെ കഥ കഴിഞ്ഞു എന്ന് ആശ്വസിച്ച് നേരെ മുന്നിലേക്ക് നോക്കുമ്പോൾ ദേ കയ്യിൽ കോടാലിയും പിടിച്ച് ജൂലി നിൽക്കുന്നു. നേരത്തെ കെയ്തി എങ്ങനെയാണോ മുത്തശ്ശനെ കോടാലി വെച്ച് തലയിൽ വെട്ടി കൊലപ്പെടുത്തിയതോ അതേ രീതിയിൽ ഇപ്പോൾ കെയ്തിയുടെ തലയിൽ ജൂലി കോടാലി വീശി വെട്ടി
അങ്ങനെ കെയ്തിയെയും കൊന്ന് കാലാപുരിക്ക് അയക്കുകയും ചെയ്തു. ഒടുവിൽ എല്ലാവരും മരിച്ചുപോയി എന്ന് ജൂലിയും അനയും ആശ്വസിച്ച് ശ്വാസം വിടുകയാണ്. എന്നാൽ കൂട്ടത്തിൽ ഒരുത്തി ഉണ്ടല്ലോ, സൈക്കോ എമി. അവൾ ഒരു കത്തിയുമായി വന്ന് ജൂലിയുടെ നടുപ്പുറത്തേക്ക് ഒരൊറ്റ കുത്ത്. അത് കണ്ട് അന കൊലവറിയിൽ എമിയുമായി വീണ്ടും ഫൈറ്റ് ആരംഭിച്ചു. ആ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ അന എമിയുടെ തല പിടിച്ച് ഇടിച്ച് ശേഷം കയ്യിൽ കോടാലി പിടിച്ച്, എടി സൈക്കോക്കുണ്ടായ സൈക്കോത്തി, മര്യാദയ്ക്ക് ഓടിപ്പോ, നിന്നെ എനിക്ക് ഓടിച്ച് കൊല്ലണം എന്ന് പറഞ്ഞു വിടുകയും എമി രക്ഷപ്പെടാൻ വേണ്ടി ഓടാൻ തുടങ്ങി. പുറകിൽ എമിയെ കൊല്ലാൻ അന കോടാലിയുമായി പുറത്തിറങ്ങി. എമിയെ പിന്തുടരുമ്പോൾ പെട്ടെന്ന് ആരോ അനയുടെ തലയ്ക്ക് വെടിവെക്കുകയാണ്. ആരാണെന്ന് നോക്കിയാൽ അത് പോലീസുകാരനായിരുന്നു. മൂപ്പര് കഥയറിയാതെ വെടിവെച്ചതാണ്. നേരത്തെ അന പോലീസിൽ കോൾ ചെയ്ത് വീട്ടിൽ സൈക്കോ ഫാമിലി കൊല്ലാൻ നോക്കുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ? ഇപ്പോൾ പോലീസ് എത്തി നോക്കുമ്പോൾ കണ്ടത് അന കോടാലി പിടിച്ച് വന്ന് എമിയെ കൊല്ലാൻ നിൽക്കുന്ന കാഴ്ചയാണ്. അതിനാൽ കഥയറിയാതെ അനയാണ് സൈക്കോ എന്ന് കരുതിയാണ് പോലീസ് വെടിവെച്ച് അനയെ കൊലപ്പെടുത്തിയത്. സൈക്കോയ്ക്ക് ലോട്ടറി അടിച്ച പോലെ സൈക്കോ എമി ജീവൻ തിരിച്ചു കിട്ടിയ ഭാവത്തിൽ ചിരിക്കുകയാണ്. എമിയെ രക്ഷിച്ചു എന്ന ഭാവത്തിൽ പോലീസുകാരൻ എമിയെ വാഹനത്തിൽ ഇരുത്തി ശേഷം മേലുദ്യോഗസ്ഥനോട് നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പോലീസുകാരൻ കരുതിയിരിക്കുന്നത് അനയുടെ ഫാമിലിയാണ് സൈക്കോകളായി മാറി എമിയുടെ ഫാമിലിയെ കൊലപ്പെടുത്താൻ നോക്കിയത് എന്നാണ്. കഥയറിയാത്ത പോലീസുകാരൻ ആ കഥ മേലുദ്യോഗസ്ഥനോട് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം മറ്റാരെങ്കിലും അവിടെയുണ്ടോ എന്നറിയാൻ തോക്കും പിടിച്ച് ആ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങി. അതിനിടയിൽ പുറകിലൂടെ സൈക്കോ എമി കത്തിയുമായി വന്ന് പോലീസുകാരനെ കുത്തി കൊലപ്പെടുത്തി. പോലീസിന്റെ യൂണിഫോം ഊരിയെടുത്ത് ആ വീടിന് തന്നെ തീയിട്ട് എല്ലാം കത്തിച്ച് പോലീസിന്റെ വാഹനം എടുത്ത് ആ സ്ഥലം വിട്ട് സൈക്കോ എമി ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ രക്ഷപ്പെട്ടു പോകുമ്പോൾ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.